soprattutto quando ci sono grandi problemi da affrontare, c'è la sensazione che il male sia più forte e viene da chiedersi che cosa devo fare. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ഫാദർ ജേക്കബ് കപ്പലുമാക്ക്. ഞാൻ താമരശ്ശേരി രൂപതക്കാരനാണ്. ഇന്ന് ഇവിടെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അടക്കിന് വന്നിരിക്കുകയാണ്. ഒരേ സമയം സങ്കടമുണ്ട്, അതുപോലെ തന്നെ എനിക്കിന്ന് സന്തോഷത്തിന്റെ ഒരു നിമിഷം കൂടിയാണ്. കാരണം 2015 ഏപ്രിൽ മാസം 26 ഇതേ ദിവസമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയിൽ നിന്ന് വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ വെച്ച് എനിക്ക് പൗരോഹിത്യം ലഭിച്ചത്. ഇന്ന് അതിന്റെ 10ാം ആണ്ട് ആഘോഷിക്കാൻ വേണ്ടി ഞാനിവിടെ എത്തുമ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ അതേ ദിവസം തന്നെ അടക്ക് 2025 ഏപ്രിൽ മാസം 26 അദ്ദേഹം ഈ ലോകത്ത് നിന്ന് എന്നേക്കുമായി ദൈവത്തിന്റെ മക്കളിലേക്ക്, സ്വർഗത്തിലേക്ക് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കാൻ പോകുന്നു എന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഈ നിമിഷം ഞാൻ ഈ ചടങ്ങിന് വന്ന സമയത്ത് എന്റെ മനസ്സിലേക്ക് പലവിധ ചിന്തകൾ കടന്നു വന്നു. ഒരേ സമയം പട്ടത്തിന് സമയത്ത് ഞങ്ങൾ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ എന്റെ കൂടെ അന്ന് 19 പേരുണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും ഒന്നിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കൂടെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലേക്ക് പോയി. അതിനുശേഷം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കൈവപ്പ് ശുശ്രൂഷ, അദ്ദേഹത്തിന്റെ പ്രസംഗം. ഇന്ന് അതിന് വിപരീതമായി ഫ്രാൻസിസ് മാർപ്പാപ്പ ബസിലിക്കയിൽ നിന്ന് പുറത്തേക്ക് വന്നു. പുറത്തു വെച്ചാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ എല്ലാ ചടങ്ങുകളും നടത്തിയത്. അപ്പോ ആ രണ്ട് ചിന്തകൾ എന്റെ മനസ്സിലേക്ക്, പട്ടത്തിന്റെ കാര്യവും ഫ്രാൻസിസ് മാർപ്പാപ്പയെ വ്യക്തിപരമായി കണ്ട ഓർമ്മകളും എന്റെ മനസ്സിലേക്ക് മിന്നിമറയുന്നുണ്ടായിരുന്നു. പല രംഗങ്ങളിലും എന്റെ കണ്ണ് നിറഞ്ഞു. എന്നാൽ ഇന്ന് ഞാൻ ഇനിയും കരച്ചിലിന്റെ സമയമല്ല, സന്തോഷത്തിന്റെ സമയമാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു വിശുദ്ധനാണ് എന്ന് പറയാതെ തന്നെ നമുക്കറിയാം. ദൈവത്തിന്റെ മുഖം കരുണയാണ് എന്ന് ലോകത്തോട് പറഞ്ഞ ഒരു വ്യക്തിയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പയിൽ നിന്ന് എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച സന്ദേശവും ഇതുതന്നെയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ ദൈവത്തിന്റെ കരുണ സ്വന്തം ജീവിതത്തിൽ സ്വീകരിച്ചു. ആ കരുണ ഫ്രാൻസിസ് മാർപ്പാപ്പ അനുഭവിച്ചു. ആ അനുഭവിച്ച കരുണയാണ് പാവങ്ങളിലേക്കും നമ്മുടെ ഓരോരുത്തരുടെ ഇടയിലേക്ക്, എന്നിലേക്ക് പോലും ആ കരുണയാണ് വർഷിച്ചത്. അപ്പൊ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഈ സന്ദേശം നമുക്ക് ഉൾക്കൊള്ളാം. ഫ്രാൻസിസ് മാർപ്പാപ്പ സ്വർഗത്തിലിരുന്ന് എനിക്ക് വേണ്ടിയും എന്നെ കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി, ലോകം മുഴുവനു വേണ്ടിയും പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവം നിങ്ങൾ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നത് പോലെ എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.